Hi, hello, once again welcome back to a new video of Ira's Vlogs. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാനിതിനു മുന്നേ ഏകദേശം 2 പ്രാവശ്യം തോന്നുന്നു ഞാൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോർമലി ഓട്സ് വെച്ചിട്ടാണ് ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മസാലയായിട്ടാണ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അൽ റുബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ അന്ന് ഓർഡർ ചെയ്ത് വെച്ചതാണ്. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കായിരുന്നു. അങ്ങനെ ഷോപ്പിൽ കുറച്ച് പണിയും കാര്യങ്ങളായപ്പോൾ വീട്ടിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിലിരുന്നപ്പോൾ വിചാരിച്ചു ഇത് വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് 2 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് നമ്മളൊരു ഇതിൽ നിന്ന് ചിക്കൻ ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഉള്ള പൗഡർ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെള്ളം ചേർത്ത് ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പം ഞാനും ഉമ്മച്ചിയാണ് കേട്ടോ ഫസ്റ്റ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഉമ്മയാണ് ഇപ്പോൾ പൗഡർ ഇടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പൗഡറിലേക്ക് നമ്മൾ ആവശ്യത്തിന് നമ്മുടെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് പൊടി എടുത്തു, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. മസാല നന്നായിട്ട് മിക്സാക്കി ഒരു തിക്ക് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ആ ഒരു പാക്കിൻ്റെ പിന്നിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം. അപ്പോൾ തിക്ക് പേസ്റ്റ് ആക്കിയതിലേക്ക് നമ്മൾ ചിക്കൻ പീസ്, ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ല. നമ്മൾ വീട്ടിലുള്ള ചിക്കനിൽ നിന്ന് കുറച്ചെടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചെറിയ സൈസസ് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കണം. ഒരു 2 മണിക്കൂറത്തേക്ക് നമുക്കിത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈമിലാണ് ഞാൻ ഓർത്തത്, ഞാനിതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് 100 ഗ്രാമാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. 199 രൂപയാണ്. അങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് കുറേ നേരം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ജസ്റ്റ് നമ്മൾ നോർമൽ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്യല്ല. ഫ്രൈഡ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് മിക്സ് ആക്കി വെച്ചതിന് ശേഷം ഇനി കുറച്ച് സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ. നമുക്കത് നോക്കാം. അങ്ങനെ നമ്മുടെ ഇനിയത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ പാക്കിൻ്റെ പിന്നിൽ കറക്റ്റ് എല്ലാം എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നമ്മുടെ ചിക്കന് ആവശ്യമുള്ള കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ ഇതിൽ യൂസ് ചെയ്യുമോ എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽപ്പൊടിയാണ് കേട്ടോ. മിൽക്ക് പൗഡറാണ് വേണ്ടത്. അത് 2 കിലോ ചിക്കനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് 2 സ്പൂൺ പാൽപ്പൊടിയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ആ ഒരു അളവ് കണക്കാക്കിയിട്ടാണ് ഞാൻ പാൽപ്പൊടി എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എവരിഡേ എന്ന് പറഞ്ഞിട്ടുള്ള പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതാണ് ഏകദേശം ഒരു സ്പൂണ് ഏകദേശം ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയാണ് നമുക്ക് ഇതിലെ പണി വരുന്നത്. അപ്പോൾ നമുക്ക് മൈദയും ഈ പാൽപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചിക്കൻ ഒന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഒരു പീസ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറയുകയാണ്. നമ്മൾ മൈദയിൽ ആദ്യം ഒന്ന് വെച്ച് അതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇതുപോലെ ഒരെണ്ണം പരീക്ഷിച്ചിരുന്നു. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഈ മൈദ വെച്ച് ചെയ്യുമ്പോൾ സത്യം പറയാലോ ഷോപ്പുകളിൽ കിട്ടുന്ന പോലെ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ആ ബോക്സിൻ്റെ ബാക്കിൽ എഴുതിയിരുന്നത് ജസ്റ്റ് മൈദയിൽ കോട്ട് ചെയ്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഒന്നും കൂടി മൈദയിൽ മുക്കിയിട്ട് എടുക്കാനാണ് പറഞ്ഞത്.
അപ്പോൾ ഫസ്റ്റ് ഞാൻ 1-2 അതുപോലെയാണ് ചെയ്ത് നോക്കിയത്. അപ്പോൾ എക്സാക്റ്റ് അതുപോലെ വന്നില്ല. നമ്മുടെ ഷോപ്പിലൊക്കെ കിട്ടുന്ന പോലെയുള്ള ആ ഒരു പുറത്തുള്ള ആ ഒരു ചെറിയ ഇതുകളൊന്നും വന്നില്ല. അത് കാരണം ഞാൻ പിന്നെ 3-ാമത്തെ 4-ാമത്തെ ഒക്കെ പീസ് ചെയ്തപ്പോൾ ഒരു 2-3 പ്രാവശ്യം വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് മൈദയിൽ ഡിപ്പ് ചെയ്ത് കുടഞ്ഞെടുത്തു. പക്ഷെ എന്നിട്ടും എനിക്ക് കറക്റ്റ് ആയില്ല. അപ്പോൾ അതെന്താണ് റീസൺ അല്ലെങ്കിൽ എന്താണെന്ന് അറിയുന്നവരാരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എടുത്തപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വന്നത്. ഞാൻ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഒരെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 2-3 പ്രാവശ്യം ഡിപ്പ് ചെയ്തെടുത്തപ്പോൾ ചെറിയൊരു രീതിയിൽ പുറത്ത് കിട്ടുന്ന പോലെ പുറത്ത് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാം ഒന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്ത് എടുത്ത് വെച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്നിച്ച് ഫ്രൈ ചെയ്യാൻ ഇടാമെന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷേ അങ്ങനെ വെച്ചപ്പോഴും അതിൽ ഈ വെള്ളം നനവ് ഇറങ്ങിയിട്ട് നമ്മുടെ ഈ മൈദ നനഞ്ഞു പോയി. അപ്പോൾ അതും എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മിക്സിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെയോ അല്ല, ഞാൻ ചെയ്തതിൻ്റെ എന്തോ ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ അങ്ങനെ കുറച്ചെണ്ണം ഒരു 4-5 പീസ് ഞാൻ ഇതുപോലെ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കോട്ട് ഇതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി കട്ടിയുള്ളൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ആ കോട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഞാൻ ഇതാ ചിക്കന് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എല്ലാ പീസും കറക്റ്റ് നന്നായി എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ ചിക്കൻ കറക്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ഒരു മനസ്സൊരു സുഖം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ഈ ഉണ്ടാക്കിയതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇതുപോലെയാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല, പക്ഷെ ചൂടാറിയപ്പോൾ കഴിക്കാൻ വലിയ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് മൈദയിൽ മുക്കി ഫ്രൈ ചെയ്യാൻ വലിയൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. അത് കാരണം ഞാൻ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമ്മുടെ പഴയ പണി തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്സിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊരു മുട്ട ഉടച്ചൊഴിച്ചിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും അതിലേക്ക് ഞാൻ ചേർത്തിട്ടില്ല. ജസ്റ്റ് നമ്മുടെ ഓട്സ് ഒന്ന് ചിക്കൻ്റെ സ്റ്റിക്കായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുട്ട ചേർക്കണത് കേട്ടോ. അങ്ങനെ മുട്ട ചേർത്തിട്ട് നമ്മൾ നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ച് ഓട്സ് എടുത്തിട്ട് അതിലേക്ക് ഫുള്ളൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചിക്കനെല്ലാം നമ്മൾ ഓട്സ് മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്തത്. എല്ലാ ചിക്കനും ഓട്സ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പോലെ നോർമലായിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓട്സ് മുക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓട്സിൽ ഫ്രൈ ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം വീട്ടിലുണ്ടാക്കുമ്പോൾ കേട്ടോ. നമ്മൾ ഫുള്ള് ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓട്സിൽ മുക്കിയിട്ടുള്ളതാണ് ഇത്. പിന്നെ മറ്റേത് ഞാൻ ഫസ്റ്റ് നോർമലായിട്ട് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ മൈദയിൽ മുക്കിയിട്ടുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈദയിൽ മുക്കിയിട്ടുള്ളത് ഒരു ഫ്ലോപ്പായിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ആയിപ്പോയി. ഞാൻ ആദ്യം വിചാരിച്ച് അപ്ലോഡ് ചെയ്യേണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഫ്ലോപ്പ് ആവുന്നതൊന്നും അപ്ലോഡ് ചെയ്യാൻ വലിയ ഇഷ്ടമില്ല. പക്ഷേ പിന്നെ തോന്നി എന്താണെങ്കിലും കാണിക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ 2 രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് ഓട്സിൻ്റെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. ഉമ്മാക്കും ഒക്കെ ഓട്സിൻ്റെയാണ് ഇഷ്ടപ്പെട്ടത്. ഇക്ക കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ഫുള്ള് വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.
കഴിച്ചു നോക്കിയാ. ഏതാ ടേസ്റ്റ്? അതാ ടേസ്റ്റ്.